കസ്റ്റമറുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള പൈസയാണ് നമ്മൾ പറയണത്. അതായത് ഇതിന് ഞാൻ വണ്ടി തരണമേ ഇതിന്റെ പേരിലേക്ക് വണ്ടി മാറിയിട്ടുള്ള പ്രൈസാണ് നമ്മൾ പറയണത്. വൈറ്റ് കളർ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് അത്യാവശ്യം ടച്ച് ആൻഡ് പോളിഷിംഗ് കാര്യങ്ങളെല്ലാം തീർത്തു, സീറ്റും കാര്യങ്ങളെല്ലാം ക്ലിയർ. ലാസ്റ്റ് സർവീസ് വരെ ടൊയോട്ടയിൽ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സർവീസും. ഏത് ഓപ്ഷൻ ഇത്? G4. 9,50,000 രൂപയ്ക്ക് കേരള നമ്പർ ആയി കഴിഞ്ഞ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ ഇതിൽ അഡീഷണൽ ഒന്നും കയറ്റിയിട്ടൊന്നുമില്ലല്ലോ? അഡീഷണൽ LCD കാര്യങ്ങൾ മാത്രം, അല്ലാതെ വേറെ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നിട്ട് വീഡിയോ ചെയ്യാണ്. തൃശ്ശൂർ ചാലക്കുടിയാണുള്ളത്. ഓട്ടോലെക്സ് ലക്ഷറി യൂസ്ഡ് കാസിൽ ഇന്നോവകളുടെ ഒരു കേന്ദ്രമാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാൻ ജോഫി ചേട്ടനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. കുറേ കണ്ടിട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗ്യാപ്പായി വെച്ചാൽ ഇങ്ങോട്ടൊക്കെ അങ്ങനെ വരാൻ പറ്റാറില്ല. ഓക്കെ, വേറൊന്നല്ല. അപ്പോൾ ഇനിയിപ്പോൾ എറണാകുളം വന്നൊക്കെ ചെയ്യുന്നുണ്ട് തന്നെ. ഓക്കെ, ഇവിടെ ലൊക്കേഷൻ വരുന്നത് ചാലക്കുടി ടൗണിന്റെ അടുത്ത് തന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ അടുത്തായിട്ടാണ് അല്ലേ? ഹൈവേയിൽ തന്നെയാണ് നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ തൊട്ട് തന്നെയാണ് നമ്മുടെ ഷോറൂം വരുന്നത്, ഓട്ടോലെക്സ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നോവകൾ തന്നെ നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ഷോറൂമിൽ നമ്മൾ പണ്ട് ഇന്നോവകൾ തന്നെയാണ് ചെയ്തിരുന്നത്. എല്ലാ വണ്ടികളും റീവണ്ടികൾ തന്നെയാണ്, 100% റീവണ്ടികൾ തന്നെയാണ്. നമ്മളത് കസ്റ്റമറോട് പറഞ്ഞിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ 2000 ബേസ് മോഡൽ നമുക്ക് 10-12 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. 16 വരെയുള്ള ഇന്നോവകൾ, പിന്നെ ഇപ്പോൾ ക്രിസ്റ്റകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എത്തിയോസുകൾ ടാക്സിയിലേക്ക് കണ്ടമാനം എൻക്വയറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ടാക്സിയിലേക്ക് എത്തിയോസ്, അപ്പോൾ എത്തിയോസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേണ്ടവരുണ്ട്, അതും വിളിച്ചോട്ടെ. ഇവിടെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പം എന്തായാലും ഡീറ്റെയിൽ കാണാം. പിന്നെ എല്ലാം കസ്റ്റമൈസ് ചെയ്ത് തരും. നിങ്ങൾക്ക് സീറ്റ് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ട് ഇവിടെ തന്നെ തരും അല്ലേ? അതെ, മേജർ ആക്സിഡൻസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് നമുക്ക് എഗ്രിമെന്റിൽ കരാറിൽ കൊടുക്കാനായിട്ട് കരാറിലും കൊടുക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാം കൊണ്ടും സേഫാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്തു പോകാം. നമ്മൾ കുറേ നാളായിട്ട് ചെയ്യുന്ന ഒരു ഷോറൂമാണ്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ എന്തായാലും സ്റ്റോക്കിലേക്ക് പോകാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, കുറേ ഇന്നോവയുടെ കൂട്ടത്തിൽ ഇവൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ക്രിസ്റ്റ. അപ്പോൾ ക്രിസ്റ്റയിൽ തന്നെ തുടങ്ങാം. KL 45 ഇരിഞ്ഞാലക്കുടയ്ക്ക് റീ ആയ വണ്ടിയാണ്. കേരള നമ്പർ ആയി കഴിഞ്ഞു. അതായത് ബോംബെ രജിസ്ട്രേഷൻ ആയിരുന്നു. G4 വണ്ടി നമ്മൾ ഇരിഞ്ഞാലക്കുടയ്ക്ക് NOC എടുത്തു, രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിലയാണ് നമ്മൾ പറയുന്നത്. 2017 വണ്ടി 14.5 ലക്ഷം രൂപ നമ്മൾ ഫൈനൽ കൊടുക്കാം. വൈറ്റ് കളർ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് അത്യാവശ്യം ടച്ച് ആൻഡ് പോളിഷിംഗ് കാര്യങ്ങളെല്ലാം തീർത്തു, സീറ്റും കാര്യങ്ങളെല്ലാം ക്ലിയർ. ലാസ്റ്റ് സർവീസ് വരെ ടൊയോട്ടയിൽ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സർവീസും. ഏത് ഓപ്ഷൻ ഇത്? G4 2017 2 ലക്ഷം കിലോമീറ്റർ ഓടിയ വാഹനം അല്ലേ? ഈ 2 ലക്ഷം ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്ത് ഇൻഷുറൻസ് അടക്കമുള്ള വിലയാണ്. നമുക്ക് 14.5 ലക്ഷം രൂപ നമുക്ക് ഇൻഷുറൻസ് അടക്കം നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം. ഇൻഷുറൻസ് ഇനി എത്ര ഉണ്ട്? ഇൻഷുറൻസ് നമ്മൾ കസ്റ്റമർക്ക് പുതിയ ഇൻഷുറൻസ് കൊടുക്കുന്നത്. പുതിയ ഇൻഷുറൻസ് അടക്കമാണ്, ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസ് അടക്കമാണ് നമ്മൾ പറയുന്നത്. 14,50,000 രൂപ. പ്രൈസ് ഫൈനലാണോ അതോ എന്തെങ്കിലും? ഫൈനൽ പ്രൈസ് ആണ് നമുക്ക് 14.5 നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, ഫൈനൽ പ്രൈസ് ആണ്. അതുപോലെ തന്നെ ഇതിന് ഫിനാൻസ് നമുക്ക് കസ്റ്റമർക്ക് ഫിനാൻസ് ആവശ്യമുള്ള ഒരു കസ്റ്റമർക്കാണെങ്കിൽ ഒരു 11 ലക്ഷം വരെ നമുക്ക് വണ്ടിക്ക് ഫിനാൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. 11 lakhs വരെ. ഓക്കെ, അപ്പോൾ എന്താ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, ഈ പറയുന്ന വിലക്ക് വണ്ടി എടുത്ത് കൊണ്ടുപോകാം. സർവീസും ചെയ്തിട്ടോ? ജനറൽ സർവീസ് ലാസ്റ്റ് സർവീസ് വരെ ടൊയോട്ട കഴിഞ്ഞേക്കണതാ. ഇപ്പൊ എല്ലാവരും ചോദിക്കും 14 എന്ന് പറയുമ്പോൾ ഒരു വലിയ വില ക്രിസ്റ്റിക്ക് ചോദിക്കാറുണ്ട്. അത് വേറെ കാര്യമുണ്ട്. ഒരുവിധം നമ്മൾ കാണുന്ന എല്ലാ വീഡിയോസിലും NOC പ്രൈസ് ആണ് പറയുന്നത്. എടുക്കുന്ന കസ്റ്റമർക്ക് അറിയില്ല എത്ര രൂപ ടാക്സ് വരുന്നത്. ഇപ്പൊ ഓരോരുത്തർ പറയും 1 ലക്ഷം അടച്ചാൽ മതി, 1.25 ലക്ഷം. ഒരിക്കലും അല്ല. ക്രിസ്റ്റ കൊണ്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് 2 ലക്ഷം രൂപ താഴെ ഇല്ലാതെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രജിസ്റ്റർ ചെയ്ത് നമ്പർ ആയിട്ടുള്ള വിലയാണ് നമ്മൾ 14.5. ഉണ്ടാവില്ലേ ഇത് മാറണമെങ്കിൽ ശരിക്കും 1.25 ഉണ്ടാവില്ല. തീർച്ചയായിട്ടും 2 ലക്ഷം രൂപ താഴെ നമുക്ക് ടാക്സ് തന്നെ അടയ്ക്കാനുണ്ട്. അപ്പം നമ്മൾ വില പറയണത് കസ്റ്റമർക്ക് ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് ആയാലും ടാക്സ് ആയാലും പൊല്യൂഷൻ ആയാലും 1 രൂപ വേറെ പേയ്മെന്റ് ഇല്ല, യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളൊന്നും ചെയ്യാനില്ല. ഇതിൻ്റെ മുകളിൽ ഈ പറഞ്ഞ വില 14,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കേരള നമ്പർ ആയി കഴിഞ്ഞാൽ 2017 G4 ക്രിസ്റ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, എല്ലാ ഫംഗ്ഷനും എല്ലാം വർക്കിംഗ് അല്ലേ? തീർച്ചയായിട്ടും എല്ലാം ഫുള്ള് ക്ലിയർ. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്നോവയിലേക്ക് എത്തി. KL 45 തന്നെ റീ ആയ ഒരു ഇന്നോവയാണ്. 4996 നമ്പർ. 2016 വൈറ്റ് കളർ ഇന്നോവ. ഫുള്ള് വർക്കുകളും കാര്യങ്ങളെല്ലാം കഴിച്ചു. കമ്പനി സർവീസ് 1,51,000 കിലോമീറ്ററിൽ നമ്മൾ ടൊയോട്ടയിൽ കൊണ്ടുപോയി ടൈമിംഗ് ബെൽറ്റ്, ഓയിൽ കാര്യങ്ങളെല്ലാം മാറി ലാസ്റ്റ് സർവീസ് ടൊയോട്ടയിൽ ചെയ്ത് നിൽക്കുന്ന വണ്ടിയാണ്. ഓക്കെ, ഫുള്ള് പക്ക ക്ലിയർ. അതുപോലെ ഇന്റീരിയർ സീറ്റ് കാര്യങ്ങൾ, മേജർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. 10.5 ലക്ഷം രൂപ നമുക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. ഫിനാൻസ് ആവശ്യമുള്ള ഒരു കസ്റ്റമർക്ക് 16 G4 വണ്ടിക്ക് അലോയ്സ് വരുന്നില്ല. നമ്മൾ അലോയ്സ് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. 4 ടയറും അലോയ്സ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫൈനൽ പ്രൈസ് നമുക്ക് 10.5 ലക്ഷം രൂപ നമുക്ക് ഫൈനൽ പ്രൈസ് ആയിട്ട് കൊടുക്കാം.
ഫിനാൻസ് ആവശ്യമുള്ള ഒരു കസ്റ്റമർക്കാണെങ്കിൽ 9 ലക്ഷം രൂപ വരെ നമുക്ക് ഫിനാൻസ് കൊടുക്കാം. 5 വർഷത്തേക്ക് നമുക്ക് ഫിനാൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, 10,50,000 രൂപയ്ക്ക് 2016. ഇത് ഇനി വേറെ പേയ്മെന്റുകളോ ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫുൾ അടക്കമാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഒന്നും എടുക്കണ്ട, ടാക്സ് രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞു കേരളത്തിൽ, ഒന്നും ചെയ്യാനില്ല. 9 ലക്ഷം വരെ ഫിനാൻസ് കിട്ടും അല്ലേ? തീർച്ചയായിട്ടും. അടുത്ത ഇന്നോവയാണ് KL 64. ഇവിടെ തന്നെ ചാലക്കുടിക്ക് റീ ആയ വണ്ടിയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇത് 2016 തന്നെ സിൽവർ വണ്ടി G4 ആണ്. ഓൾറെഡി നമ്മൾ അതുപോലെ 4 ടയർ അലോയ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് LCD കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തേക്കണാണ്. ലാസ്റ്റ് സർവീസ് ടൊയോട്ടയിൽ ചെയ്തതാണ്. 2,20,000 കിലോമീറ്റർ ഫുള്ള് റെക്കോർഡുള്ള വണ്ടി. ടൊയോട്ടയിൽ ഫുള്ള് റെക്കോർഡുള്ള വണ്ടിയാണ്. നമ്മൾ നേരത്തെ 2016 വണ്ടി നമ്മൾ വണ്ടി വില പറഞ്ഞത് 10.5 ലക്ഷം രൂപയാണ്. ഇത് 2016 സിൽവർ നമുക്ക് 10 ലക്ഷം രൂപ ഫൈനൽ നമുക്ക് കൊടുക്കാം. 10 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. ഈ കാണുന്ന വണ്ടി കിലോമീറ്റർ ചെയ്യുന്നത് അതുകൊണ്ടുള്ള 2,20,000 ഫുള്ള് വ്യത്യാസം കൊണ്ടായിരിക്കും കുറവ്. അതന്നെ 10 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാം. ഇതിലും അലോയ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്, അലോയ്സ് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഫിനാൻസ് ഒരു 9 ലക്ഷം രൂപ വരെ നമുക്ക് വണ്ടിക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു എല്ലാം റീ ആയി കഴിഞ്ഞ വണ്ടിയാണോ? അല്ല, ഒരു മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടിയുണ്ട്. ഇത് NOC ഇത് ഓൾറെഡി NOC എന്റെ പേരിലേക്ക് ഇവിടെ NOC എടുത്തേക്കണ വണ്ടിയാണ്. NOC എടുക്കാത്ത വണ്ടികളുണ്ടോ? ഇല്ല, ഓൾറെഡി എല്ലാ വണ്ടികളും ഒരു 2013 മാത്രമേ NOC എടുക്കാത്തുള്ളൂ. ഓക്കെ, ബാക്കി എല്ലാ വണ്ടികളും നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ NOCക്ക് അപ്ലൈ ചെയ്യും. നമ്മുടെ ചില ആളുകൾക്ക് അവരുടെ രജിസ്ട്രേഷനിൽ കിട്ടണം എന്നുള്ള ഇതുണ്ടാവും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് വരുന്ന വണ്ടികൾ, അതായത് വർക്ക് നടക്കുന്ന വണ്ടികളുണ്ടല്ലോ, NOC ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതും ചെയ്യാം, അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ അതും ചെയ്യും. തീർച്ചയായിട്ടും കേരളത്തിലേക്ക് എവിടേക്കാണെങ്കിൽ നമുക്ക് NOC എടുത്ത് കൊടുക്കാം. ഇതിപ്പോ ഓൾറെഡി എന്റെ പേരിലേക്ക് NOC 2015 സിൽവർ വണ്ടി, ഇന്റീരിയർ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി. 1,90,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. 2015 ഫുള്ള് കമ്പനി റെക്കോർഡുള്ള വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. G4 രജിസ്ട്രേഷൻ സിൽവർ കളർ വണ്ടി. നമുക്ക് ഏകദേശം ഫിനാൻസ് ആവശ്യമുള്ള ഒരു കസ്റ്റമർക്കാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 7-7.5 ലക്ഷം 8 ലക്ഷം രൂപയോളം നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. മേജർ എത്ര കൊടുക്കാം? ഇത് വണ്ടി വില നമുക്ക് 9.5 ഫൈനൽ വില 9.5 ലക്ഷം രൂപ കൊടുക്കാം. അതായത് കേരള നമ്പർ ആക്കിയിട്ടുള്ള വിലയാണ് പറയുന്നത്. കേരള നമ്പർ രജിസ്റ്റർ ചെയ്ത് ഇൻഷുറൻസ് അടക്കം നമുക്ക് ടാക്സിയിൽ വേണമെങ്കിൽ ടാക്സിയിൽ, പ്രൈവറ്റിൽ വേണമെങ്കിൽ പ്രൈവറ്റിലേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രൈസാണ് 9.5 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ഓക്കെ, NOC പ്രൈസ് അല്ല, കേരള വില 9,50,000 ഈ ഒരു വണ്ടി കൊണ്ടുപോകാം. അടുത്ത വണ്ടി നോക്കാം. എല്ലാ കളറും ഉണ്ട്. അടുത്തത് ഗ്രേ ആണ്. KL 45 തന്നെ ഇരിഞ്ഞാലക്കുട വണ്ടി. ഈ വണ്ടി ഇരിഞ്ഞാലക്കുടയ്ക്ക് നമ്മൾ NOC രജിസ്റ്റർ ചെയ്തു. 2015 തന്നെ വണ്ടി, ഗ്രേ കളർ, ഫുള്ള് വർക്ക് കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു. സെയിം പ്രൈസ് 9.5 ലക്ഷം രൂപ, 1,80,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടി. മേജർ ആക്സിഡന്റ് ഫ്ലഡ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് ക്ലിയർ വണ്ടി. 2015 9,50,000 രൂപയ്ക്ക് കേരള നമ്പർ ആയി കഴിഞ്ഞ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ ഇതിൽ അഡീഷണൽ ഒന്നും കയറ്റിയിട്ടൊന്നുമില്ലല്ലോ. അഡീഷണൽ LCD കാര്യങ്ങൾ മാത്രം, അല്ലാതെ വേറെ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഫ്രണ്ട് അടിപൊളി ടയർസ് ആണ്, പുതിയ ടയർസ് ആണ്. പുറകിൽ ടയർ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കും. ഇനി കസ്റ്റമർ വന്നിട്ട് എന്തെങ്കിലും ഏത് വണ്ടിക്കായാലും ടയർ ഭാഗം ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ 100% അത് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഈ വില തന്നെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ വിലയിൽ തന്നെ, വേറെ മാറ്റില്ല. അടുത്ത ഇന്നോവ ഒരു ചാലക്കുടി വണ്ടി KL 64 റിയായി. അതായത് 2014 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇവിടെ ഇവിടെ നിലവിൽ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം തീർത്തു. 2014 8.5 ലക്ഷം രൂപ വൈറ്റ് കളർ വണ്ടി. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം വാലിഡ്. അതുപോലെ തന്നെ സീറ്റ് ഇന്റീരിയർ കാര്യങ്ങളെല്ലാം ക്ലിയർ, LCD എല്ലാം ചെയ്തേക്കുന്ന വണ്ടിയാണ്. നല്ല രീതിയിൽ വണ്ടിക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. 160 സംതിങ് കിലോമീറ്റർ ഓടിയേക്കണത്. 160 സംതിങ് ഓടിയിട്ടുണ്ട്. ഓക്കെ, ടയർ ഭാഗങ്ങളെല്ലാം ഓൾമോസ്റ്റ് നല്ല ടയർ ഭാഗങ്ങളാണ്. 8 ലക്ഷം കേരള നമ്പർ ആയി കഴിഞ്ഞ വാഹനം. ലോൺ ഒരു 7 ലക്ഷം കിട്ടും. 7 ലക്ഷം രൂപ നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത സിൽവർ ഇന്നോവ UP രജിസ്ട്രേഷനിൽ കിടക്കുകയാണ്. NOC ആയോ? NOC ആയിട്ടില്ല. ഈ വണ്ടിയാണ് നേരത്തെ ചോദിച്ചത്. ഈ വണ്ടി നമ്മൾ NOC എടുത്തുള്ള NOC എടുത്ത് നമുക്ക് കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും നമുക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. 8 ലക്ഷം രൂപയ്ക്ക് 2013 സിൽവർ വണ്ടി. 13 വാഹനം രജിസ്റ്റർ ചെയ്തടക്കം. NOC അടക്കമല്ല പറയണത്, വിത്ത് രജിസ്ട്രേഷൻ. നിങ്ങളുടെ നാട്ടിലേക്ക്, നിങ്ങളുടെ RTOയിലേക്ക് രജിസ്ട്രേഷൻ ആക്കി കഴിഞ്ഞ് കേരള നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസാണ് നമ്മൾ 8 ലക്ഷം രൂപ ഫൈനൽ നമ്മൾ പറയുന്നത്. ഇന്റീരിയർ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയതുണ്ട്. കിലോമീറ്റർ 1,65,000 കിലോമീറ്റർ ഓടിക്കണം. 165 ഓടിയ 2013 G4 8 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഇന്നോവ കൊണ്ടുപോകാം. ഇതിലൊരു 6 രൂപ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം, ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അടുത്ത ഇന്നോവയാണ് മഹാരാഷ്ട്ര. NOC ആയോ? NOC ആയിട്ടില്ല. 2012 രജിസ്ട്രേഷൻ. നമ്മൾ NOC എടുത്തിട്ടുള്ള കേരളത്തിലെ എവിടേക്ക് വേണമെങ്കിലും ഏതൊരു കസ്റ്റമർക്കും നമ്മൾ അവരുടെ നാട്ടിലേക്ക് രജിസ്റ്റർ ചെയ്ത് NOC അവരുടെ പേരിലേക്ക് എടുത്തപ്പോൾ ജിതിനാണെങ്കിൽ ജിതിൻ്റെ പേരിലേക്ക് കോഴിക്കോട് NOC എടുത്ത് അവിടെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് ഫൈനൽ
6.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്ത് നമ്പറാക്കി ഇൻഷുറൻസ് അടക്കം 2012 മോഡൽ അല്ലേ G4. അതെ 1,60,60 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് സർവീസ് റെക്കോർഡ് ഉള്ളതാണ്. മേജർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഫിനാൻസ് അത്യാവശ്യം നമുക്ക് ഒരു 6 രൂപയോളം നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, 6,50,000 രൂപയ്ക്ക് ഈ ഒരു ഇന്നോവ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2012 വണ്ടിയാണ്. ഓക്കെ, അതായത് രജിസ്ട്രേഷൻ ആക്കിയിട്ടാണ്, NOC അല്ല, രജിസ്ട്രേഷൻ ആക്കിയിട്ട് 6 ലക്ഷം. തീർച്ചയായിട്ടും നമ്പർ ആക്കിയിട്ടുള്ള വില, കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ടുള്ള വില. ഓക്കെ, അടുത്തത് ഇന്നോവയുടെ ഒരു ഐക്കോണിക് കളറാണ് സിൽക്കി ഗോൾഡ്. UP രജിസ്ട്രേഷനിൽ കിടക്കാണ്. NOC എടുത്തു, ചാലക്കുടിക്ക് NOC എടുത്തു. KL 64 നമ്മളിവിടെ രജിസ്റ്റർ ചെയ്ത് എല്ലാ വർക്കും കഴിച്ച് കസ്റ്റമർക്ക് 6.5 ലക്ഷം രൂപയ്ക്ക് 2016 നമ്മൾ നേരത്തെ സിൽവർ ചെയ്തു. 2012 നമ്മൾ 6.5 രൂപ സിൽക്കി ഗോൾഡ് വണ്ടി. ഫുള്ള് കമ്പനി സർവീസ് ഓൾമോസ്റ്റ് ഉള്ളതാണ്. മേജർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫിനാൻസ് അത്യാവശ്യം ഒരു 4.5 to 5 രൂപ വരെ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, KL 64 രജിസ്ട്രേഷൻ ആക്കിയതിന് ശേഷമാണ് 6.5 ലക്ഷം കേരള നമ്പർ ആക്കിയതിന് ശേഷം. ഓക്കെ, ഒരു മാക്സിമം ലോൺ വരെയുള്ള എന്തായാലും ഒരു 4.5 രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അടുത്ത ഇന്നോവ വീണ്ടും ഗ്രേ ആണ്. KL 64 രജിസ്ട്രേഷൻ എങ്ങനെയാ? നമ്മൾ 2012 നമ്മൾ ഓൾറെഡി നമ്മളിവിടെ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇൻഷുറൻസ് അടക്കം കസ്റ്റമർക്ക് 6.5 ലക്ഷം. 2012 നേരത്തെ. തീർച്ചയായിട്ടും. 6.5 ലക്ഷം രൂപ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇതിന്റെ സീറ്റ് കാര്യങ്ങളൊക്കെ നടക്കണുള്ളൂ അല്ലേ? സീറ്റൊക്കെ അഴിച്ചു വെച്ചേക്കാം. ഓക്കെ, അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇന്റീരിയർ കാണിക്കുന്നതൊക്കെ കാണാം. ടയേഴ്സ് ഉണ്ട്, അത്യാവശ്യം ഒരു 80% ടയർ ഉണ്ട്. ടയേഴ്സ് ഉണ്ട്. നമുക്ക് ഫിനാൻസ് ഒരു 4.5 to 5 രൂപ വരെ നമുക്ക് ഫിനാൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഫിനാൻസ് ഉണ്ട് അല്ലേ? നേരത്തെ ഒരു സിൽക്കി ഗോൾഡ് കണ്ടിരുന്നു. ഇത് വേറൊരു സിൽക്കി ഗോൾഡ് ആണ്. നമ്മൾ ആദ്യം കാണിക്കണ്ടെന്ന് ചോദിച്ചു അല്ലേ? ഓക്കെ, KL 75 റിയ ആയ വണ്ടിയാണ്. എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? അപ്പൊ 2015 1,65,000 കിലോമീറ്റർ ഫുള്ള് വർക്കുകളെല്ലാം കഴിച്ച് ഫ്രണ്ട് സ്കേർട്ട്, റിയർ സ്കേർട്ട്, അതുപോലെ തന്നെ സീറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തേക്കുന്നതാണ്. അതുപോലെ തന്നെ അലോയ് വീൽസ് എല്ലാ വർക്കും കഴിച്ച് നമുക്കിത് ഫൈനൽ നമുക്ക് 9.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. 9,50,000. രജിസ്ട്രേഷൻ, ഇൻഷുറൻസ് എല്ലാം കഴിഞ്ഞേക്കെന്താ റെഡി ടു യൂസ്. വേറെ ഒരു 10 പൈസ ചെലവില്ല. ഓക്കെ, ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. അതായത് 2 എറ്റിയോസ്, രണ്ടും ടാക്സി രജിസ്ട്രേഷൻ ആണ്. KL 45 റീ ആയി കഴിഞ്ഞ വാഹനം ഇരിഞ്ഞാലക്കുട അല്ലേ? തീർച്ചയായിട്ടും ബോംബെ വണ്ടികളായിരുന്നു. രണ്ടും നിലവിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് NOC എടുത്ത് രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇത് 2016 VD ആണ്, GD അല്ല. 2016 VD ടാക്സിയിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അതല്ല 6.5 ലക്ഷം രൂപ നമുക്ക് ഫൈൻ കൊടുക്കാം. ഏകദേശം ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉള്ള കസ്റ്റമർക്ക് 6 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. VD അന്നത്തെ ടോപ്പിന്റെ താഴെ VXD ആണ് ടോപ്പിന്റെ അതിന്റെ താഴെ വരുന്നത്, തൊട്ട് താഴെ വരുന്നത്. നല്ല മൈലേജിൽ കൊണ്ടു നടക്കാൻ പറ്റിയ. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ടാക്സിക്കാരെ എൻക്വയറി ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അതാണ് കംഫർട്ടും മെയിൻ്റെനൻസ് കുറവ്, മൈലേജ് ഇതൊക്കെ. അതുപോലെ തന്നെ 2018 ഇത് 2016 ഇത് 2018. പക്ഷേ അതിന്റെ ഗ്രില്ല് ഇതേ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. പ്ലാറ്റിനം നമ്മൾ ചെയ്തേക്കണാണ്. തീർച്ചയായിട്ടും ഇതിപ്പോ പ്ലാറ്റിനം ചെയ്തേക്കണാണ്. ഇത് 2019 അല്ലേ? 2019 രജിസ്ട്രേഷൻ. നമുക്കിവിടെ 6.25 രൂപയ്ക്ക് ടാക്സിയിലേക്ക് നമ്പർ ആക്കി എല്ലാ വർക്കും കഴിച്ചു. പ്ലാറ്റിനം ആക്കിയേക്കണ വണ്ടി 6.25 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. ഓൾമോസ്റ്റ് ഒരു 50,000 രൂപ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫുൾ എമൗണ്ട് തന്നെ ലോൺ കിട്ടും. ടാക്സിന്റെ ബാക്കിയുള്ള പേപ്പേഴ്സ് ഒക്കെ എല്ലാം ക്ലിയർ ചെയ്തു. നമ്മൾ കസ്റ്റമറുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള പൈസയാണ് നമ്മൾ പറയണത്. 6.25 ലക്ഷം ഫൈനൽ പ്രൈസ്. അതായത് ഇതിന് ഞാൻ വണ്ടി തരണമേ, ഇതിന്റെ പേരിലേക്ക് വണ്ടി മാറിയിട്ടുള്ള പ്രൈസാണ് നമ്മൾ പറയണത്. 6,75,000 രൂപ. തീർച്ചയായിട്ടും. മേജർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. 2019 ആണ്, അത് 2016 ആണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. ഇനിയും വണ്ടികൾ വർക്കിൽ കിടക്കുന്നുണ്ട് അല്ലേ? ഫിനാൻസിന് അതുപോലെ വർക്കിന് വേറെ ഒരുപാട് ടാക്സ് എത്തിയോസും ഇന്നോവയും ക്രിസ്റ്റയൊക്കെ ആയിട്ട് വർക്കിന് എടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷനിലോട്ട് മാറ്റണം, അങ്ങനെ ഡയറക്റ്റ് NOC എടുത്ത് തരണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വണ്ടികളും അറേഞ്ച് ആക്കി. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ താഴെ ഇപ്പം നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്പർ ഇൻ കേസ് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തന്നെ ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ഷോറൂമിൻ്റെ ഒരു ലിങ്ക് വരും. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കാറ്റലോഗ് ഫുൾ ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ അതിനകത്ത് എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽസും അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഹായ് അയച്ചിട്ടാൽ മതി, ബാക്കി നമ്മൾ നോക്കിക്കോളാം. അതോ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അതാണ് പറഞ്ഞത്. ഓക്കെ, മെസ്സേജ് അയച്ചിടുക. തീർച്ചയായിട്ടും. അത്രേ ഉള്ളൂ. എന്തായാലും കോൺടാക്ട് ഡീറ്റെയിൽ വീഡിയോ റൈറ്റ് ടോപ്പ് കോർണറിലുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. മറന്നുകൊണ്ട് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് ആർക്കും മുന്നോട്ട് സാധിക്കുന്നതല്ല. തീർച്ചയായിട്ടും. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.